കെ.എം. മാണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പാർട്ടി ഓഫീസിലെ കസേരയിൽ പകരം വെക്കാൻ ഇനിയൊരു നേതാവ് ഉണ്ടാകില്ലെന്ന് പാർട്ടി നേതാക്കൾ. മാണി സാറിന്റെ ഓഫീസിലെ കസേരയാണ് അനാഥമായത്. ഒട്ടനവധി രാഷ്ട്രീയ ചർച്ചകൾക്ക് മാണി സാർ നേതൃത്വം നൽകിയതും ഈ കസേരയിൽ നിന്നായിരുന്നു. ഒട്ടനവധി രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേദിയായ മാണി സാറിന്റെ റൂമാണിത്. ഇവിടെ നിന്നായിരുന്നു ഒട്ടനവധി രാഷ്ട്രീയ ചർച്ചകളും ഉണ്ടായിട്ടുള്ളത്. ആ മാണി സാറിന്റെ കസേരയ്ക്ക് ഒരുപാട് കഥകളുണ്ട് ഇനി പറയാൻ. കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച നാൾ മുതൽ കോട്ടയത്തെ പാർട്ടി ഓഫീസിൽ രാഷ്ട്രീയ ചർച്ചകൾ സജീവമായിരുന്നു. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനും രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേദി നൽകിയ ഓഫീസ് തന്നെയാണിത്. ഈ ഓഫീസിൽ പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ കെ.എം. മാണി സാറിന് ഓഫീസിന്റെ താഴത്തെ നിലയിൽ പ്രത്യേകിച്ചൊരു റൂമുണ്ടായിരുന്നു. മാണി സാറ് മാത്രം ഇരിക്കുന്ന ഒരു കസേരയും. ഈ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിന്റെ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീർപ്പ് കൽപ്പിക്കുന്ന അമരക്കാരൻ. ഈ കസേരയ്ക്കുമുണ്ട് ഒരുപാട് പറയാൻ മാണി സാറിനെ കുറിച്ച്. ഇനിയൊരിക്കലും ഈ കസേരയിൽ ഇരിക്കാൻ മറ്റൊരു നേതാവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നേതാക്കന്മാർ ഒന്നടങ്കം പറയുന്നത്. ഞങ്ങളുടെ രക്ഷാകർതൃ സ്ഥാനത്തും കൂടെ നിന്ന് ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയിലും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞും അതിനെല്ലാം സഹായിച്ചും സഹകരിച്ചും കഴിഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഞാൻ ആദ്യകാലം മുതൽ അദ്ദേഹത്തെ ഒപ്പമുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പിതാവിന് തുല്യമായി ഞാൻ കരുതിയിരുന്ന ആളാണ്. ഹൗസിംഗ് ബോർഡ് ചെയർമാനായും മറ്റ് FITയുടെ ചെയർമാനായും ഒക്കെ എന്നെ നിയോഗിക്കുമ്പോൾ മാണി സാറിൻ്റെ ആ വിശാല മനസ്കത ഞാൻ സ്വയം ബോധ്യപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കസേരയുടെ ഒഴിവ് നികത്താൻ അതുപോലെ മറ്റൊരാളിനെ കിട്ടുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. മാണി സാറിന് ഓഫീസിനോട് ചേർന്ന് തന്നെ വിശ്രമ റൂമുമുണ്ട്. ഓഫീസിലെത്തിയാൽ ഉച്ചയുറക്കം മാണി സാറിന് പതിവായിരുന്നു. എന്നാൽ ഇനി ഈ കട്ടിലിൽ വിശ്രമിക്കാൻ കെ.എം. മാണി എന്ന മാണി സാർ ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ ചർച്ചകളൊന്നുമില്ലാത്ത 6 അടി മണ്ണിലേക്കാണ് മാണി സാർ യാത്രയാകുന്നത്. ദീർഘകാലം പാർട്ടി ചെയർമാനായ മാണി സാറിന്റെ കസേരയാണിത്. ഇനി ഈ കസേരയിലിരിക്കാൻ മാണി സാറില്ല എന്ന വിഷമത്തിലാണ് പാർട്ടി അണികളും നേതാക്കളും. മാണി സാർക്ക് പകരം മറ്റൊരു മാണി സാർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. മാണി സാറിന്റെ ചെയർമാന്റെ റൂമിൽ നിന്നും ക്യാമറമാൻ പ്രദീപ് കുമ്പിടിക്കൊപ്പം VS ഹൈദർലി, റിപ്പോർട്ടർ.